ഹൈ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് ബേസിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടിലിറങ്ങിയ ഏറ്റവും പുതിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകാൻ സാധ്യതയല്ല, ബ്ലോക്ക് ബസ്റ്റർ ആകാൻ ഒരു 98% സാധ്യതയുള്ളൊരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. ഈ പടത്തിന് വരുന്ന ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഞാൻ പോയ തിയേറ്ററിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഫാമിലീസാണ്. ജസ്റ്റ് ഫാമിലീസ് മാത്രമല്ല, ബാച്ചിലേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ജേർണൽസിലുള്ള ആൾക്കാർ വന്ന് കാണുന്നുണ്ട് ഈ പടം. എന്നാൽ ഏറ്റവും കൂടുതൽ ഫാമിലീസാണ് ഈ പടം കാണുന്നത്. കാര്യം ഈ പടത്തിൻ്റെ ഒരു കണ്ടൻറ് എങ്ങനെയാണ്, നമുക്കൊരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ബ്ലഡ് ഈ പറഞ്ഞ പടങ്ങളൊക്കെ മിക്കവാറും തന്നെ ഇപ്പോൾ ആവേശമൊക്കെ ആണെങ്കിൽ പോലും കുറച്ച് ബ്ലഡി സീൻസൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ അങ്ങനത്തെ എന്താ പറയുക, കുറച്ച് ബ്ലഡ് ഷെഡിങ് ആയിട്ടുള്ള സീൻസോ അങ്ങനെ ഒരു പടം കാണാൻ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ എന്തുപോയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കേരളത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ സെറ്റ്സ്, VFX ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ പടത്തിനകത്ത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ബേസിലിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ, എല്ലാവർക്കും അവരുടെ ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ യഥാർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ തോന്നാത്ത വിധത്തിൽ വളരെ നാച്ചുറലായിട്ട് എല്ലാ ആക്ടേഴ്സിനും പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേഡി ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന റോൾ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഏറ്റവും വെർത്തായിട്ടുള്ളൊരു പടം തന്നെയായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത്. എന്തുവായാലും ഒരു അടിപൊളി പടം, ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻ പാക്ഡ് ആണ്. ഇഷ്ടപ്പെടും, നമുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, നമ്മൾ ഉറപ്പായിട്ട് കണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത്. സീൻ ബൈ സീൻ പറയുകയാണെങ്കിൽ എല്ലാ സീനും വിത്ത് BGM കവർ ഓക്കെയാണ്. എല്ലാത്തിലും എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു അഭാവം, എന്താ പറയുക, ഒരു ആബ്സെൻസ് ഒന്നും കാണാനില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. BGM വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്. വിത്ത് മ്യൂസിക്കൽ ആർട്ടൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം, ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ അടിപൊളിയാണ്. എല്ലാം ഒന്നിനൊന്ന് പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തുപോയാലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വെക്കേഷൻ സീസണിലൊക്കെ നമ്മൾ നല്ലൊരു പടം കാണണം, ഫാമിലി ആയിട്ട് പോയിരുന്ന അടിപൊളി പടം കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുപോയാലും ഈ ഒരു പടത്തിന് ടിക്കറ്റ് എടുക്കുക. എന്തുപോലെ ഇഷ്ടപ്പെടും. അടിപൊളി ഒരു പടമാണ്, അടിപൊളി ഒരു എൻ്റർടൈൻ പാക്ഡാണ്. ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹ്യൂമർ ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, അതുപോലുള്ള മെയിൻ ഹ്യൂമർ ഈ പടത്തിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തുപോലെ നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. കണ്ടിറങ്ങി എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു ജസ്റ്റ് റിവ്യൂ, ഞാനിപ്പോൾ തിയേറ്ററിൻ്റെ വെളിയിൽ തന്നെ കണ്ട ആൾക്കാരോട് ജസ്റ്റ് റിവ്യൂ എടുത്തപ്പോൾ പോലും എനിക്ക് തോന്നി അതേ കാര്യം തന്നെയാണ് എല്ലാവർക്കും തോന്നിയത്. വളരെ എൻ്റർടൈൻഡ്, എല്ലാവരും വളരെയധികം എൻ്റർടൈൻഡ് ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ ആടുജീവിതം പോലൊരു പടമൊക്കെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അത് കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ആ ഒരു പടത്തിൻ്റെ ജേണലാണ്, അതൊരു സെപ്പറേറ്റ് ഒരു ജേണലാണത് ആ ഒരു പടം. പക്ഷേ ഈ ഒരു പടം എന്ന് പറയുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി, ചിരിച്ച് കളിച്ച്, ഇടയ്ക്കൊക്കെ ഇൻ്റർവെല്ലിനൊക്കെ 2 പോപ്കോണൊക്കെ കഴിച്ച് വളരെ എൻ്റർടൈൻഡ് ആയിട്ട് വളരെ സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം എന്തുപോയാലും തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോയി കണ്ടു നോക്കുക. എന്തുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.